നമസ്കാരം കൂട്ടുകാരെ, ഒരു ഹൗസ് വൈഫായ നിങ്ങളിൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം നോക്കുന്നതിനൊപ്പം സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കണമെന്ന്? ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ വീട്ടുജോലികൾ, കുട്ടികളുടെ കാര്യങ്ങൾ, പാചകം, ക്ലീനിങ്, ഇങ്ങനെ ഒരു മിനിറ്റ് പോലും റെസ്റ്റ് ഇല്ലാതെ ഓടി നടന്ന് പണിയെടുക്കുന്നവരാണ് നമ്മൾ സ്ത്രീകളിൽ ഭൂരിഭാഗവും. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ ദിവസവും ചെയ്യുന്ന ഇതേ ജോലികൾ കാണിച്ചുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരുപാട് ഹൗസ് വൈഫ്സ് നമ്മുടെ ഇടയിലുണ്ടെന്ന്? എനിക്ക് ഇതിനൊന്നും പറ്റില്ല, എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തന്നെ നാണക്കേടാണ്, അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങാൻ വലിയ സെറ്റപ്പ് വേണം എന്നൊക്കെ വിചാരിച്ച് മാറി നിൽക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഒരു രൂപ പോലും ചിലവില്ലാതെ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ച് എങ്ങനെ പൂജ്യത്തിൽ നിന്നും ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ച് വിജയിപ്പിക്കാം എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒരു ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഹൗസ് വൈഫ്സ് എന്നോട് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യമാണ്, ഞാൻ എന്ത് വിഷയത്തിലാണ് വീഡിയോ ചെയ്യേണ്ടത്, എനിക്കങ്ങനെ പ്രത്യേക കഴിവുകളൊന്നുമില്ലല്ലോ എന്ന്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. നിങ്ങളുടെ ദിവസേനയുള്ള ജീവിതത്തിൽ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പാചകം. നിങ്ങൾ വളരെ കുറഞ്ഞ എണ്ണയിൽ ടേസ്റ്റി ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണോ? അല്ലെങ്കിൽ എയർ ഫ്രയർ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ അറിയാമോ? അത് വീഡിയോ ആക്കാം. പിന്നെ വീട് മാനേജ്മെൻറ്റ്, കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു മാസത്തെ വീട് ചിലവുകൾ മാനേജ് ചെയ്യാം, സ്മാർട്ടായി പണം എങ്ങനെ ലാഭിക്കാം, ഈ ടിപ്സൊക്കെ ആളുകൾക്ക് വളരെ വലിയ സഹായകരമായിരിക്കും. അതുപോലെ തന്നെ ക്ലീനിങ് ഹാക്കുകൾ, ബാത്റൂമിലെ കറകൾ കളയാൻ അല്ലെങ്കിൽ കോണിപ്പടി വയ്ക്കാതെ ഫാൻ എങ്ങനെ എളുപ്പത്തിൽ വൃത്തിയാക്കാം. ഇത്തരം ചെറിയ പൊടിക്കൈകൾക്ക് യൂട്യൂബിൽ മില്യൺ കണക്കിന് വ്യൂസാണ് കിട്ടുന്നത്. പിന്നെ വരുന്നു പേരൻറ്റിങ് ടിപ്സ്. ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ദമ്പതിമാരും ജോലിക്കാരാണ്, പലരും മാറി താമസിക്കുന്നവരുമാണ്. കുട്ടികളെ എങ്ങനെ സ്മാർട്ടായി വളർത്താം, അവർക്ക് പോഷകാഹാരം എങ്ങനെ നൽകാം തുടങ്ങിയ കാര്യങ്ങൾ അനുഭവത്തിലൂടെ പറഞ്ഞു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ജീവിതം, നിങ്ങളുടെ നാട്ടിൻപുറത്തെ വിശേഷങ്ങൾ ലളിതമായിട്ടുള്ള ശൈലിയിൽ ആളുകളിലേക്ക് എത്തിക്കുക. ആളുകൾക്ക് എപ്പോഴും റിയൽ ആയിട്ടുള്ള സ്റ്റോറികൾ കാണാനാണ് ഇഷ്ടം. പിന്നെ യൂട്യൂബ് തുടങ്ങാൻ വലിയ ക്യാമറയോ കമ്പ്യൂട്ടറോ ലൈറ്റോ വേണമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 2020 ശേഷം വാങ്ങിയ ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാകും. ഇന്നത്തെ ഫോണുകളിലെ ക്യാമറ ക്വാളിറ്റി വളരെ മികച്ചതാണ്. തുടക്കത്തിൽ വലിയ പൈസ ഒന്നും മുടക്കേണ്ട. വളരെ കുറഞ്ഞ ചിലവിൽ കിട്ടുന്ന ഒരു ബോയ മൈക്കോ അല്ലെങ്കിൽ ആമസോണിൽ കിട്ടുന്ന വില കുറഞ്ഞ വയർലെസ് മൈക്കോ വാങ്ങിക്കാം. ഫോൺ വയ്ക്കാൻ ഒരു ചെറിയ ട്രൈപോഡ് വാങ്ങാം. അതിനും താല്പര്യമില്ലെങ്കിൽ വീട്ടിലെ ബുക്ക് റാക്കിലോ അടുക്കളയിലെ ഡപ്പകൾക്ക് മുകളിലോ ഫോൺ ചാരി വെച്ച് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. തുടക്കത്തിൽ ജുഗാഡ്, അതായത് ലളിതമായിട്ടുള്ള വഴികൾ പരീക്ഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. വീട്ടിൽ വെളിച്ചം കുറവാണെങ്കിൽ പണം മുടക്കി ലൈറ്റ് വാങ്ങേണ്ട. നിങ്ങളുടെ വീട്ടിലെ ജനലിന് അഭിമുഖമായിട്ട് ഇരുന്ന് ഷൂട്ട് ചെയ്യുക. നാച്ചുറൽ സൺലൈറ്റ് മുഖത്ത് അടിക്കുമ്പോൾ വീഡിയോയ്ക്ക് നല്ല ക്വാളിറ്റി ലഭിക്കും. അടുത്ത വലിയ പ്രശ്നം, എനിക്ക് സമയമേ ഇല്ല എന്നതാണ്. രാവിലെ മുതൽ രാത്രി വരെ തിരക്കാണെന്ന് എനിക്കറിയാം, പക്ഷേ വിചാരിച്ചാൽ നമ്മൾക്ക് സമയം കണ്ടെത്താം. മോർണിംഗ് ഷെഡ്യൂൾ, അതായത് വീട്ടിലുള്ളവർ എഴുന്നേൽക്കുന്നതിന് മുൻപ്, അതായത് ഒരു 5:30 എഴുന്നേറ്റ് നിങ്ങൾക്ക് ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഉച്ച സമയം, ആഫ്റ്റർനൂൺ ഷെഡ്യൂൾ, കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞോ അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം കുട്ടികൾ ഉറങ്ങുന്ന സമയത്തോ വീട് ശാന്തമായിരിക്കും. ആ സമയം ഷൂട്ടിങ്ങിനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ കുടുംബത്തെ ഒന്ന് ഉൾപ്പെടുത്തുക. നിങ്ങളുടെ വീഡിയോകളിൽ ഭർത്താവിനെയോ കുട്ടികളെയോ അമ്മയെയോ ഒക്കെ ഉൾപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലതാണ്. ആളുകൾക്ക് ഇത്തരം ഫാമിലി വീഡിയോകൾ കാണാൻ കൂടുതൽ താല്പര്യമുണ്ട്. എഡിറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. ഫോണിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന VN എഡിറ്റർ അല്ലെങ്കിൽ CapCut പോലെയുള്ള സൗജന്യ ആപ്പുകൾ ഇന്ന് ലഭ്യമാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിക്കാൻ യൂട്യൂബിൽ തന്നെ 2-3 ചെറിയ ട്യൂട്ടോറിയൽ കണ്ടാൽ മതി. ഒരു 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായി എഡിറ്റിംഗ് പഠിക്കാം. ഇനി തമ്പനെയിലിൻ്റെ കാര്യം, ഇന്ന് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തമ്പനെയിലുകൾ ഐഡിയകളൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ വീഡിയോയുടെ വിഷയം പറഞ്ഞു കൊടുത്ത മികച്ച തമ്പനെയിൽ ആശയങ്ങളും ഡിസൈനുകളും കണ്ടെത്തുവാനും സാധിക്കും.
ചിലപ്പോൾ നിങ്ങൾ ചാനൽ തുടങ്ങുമ്പോൾ കുടുംബത്തിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ ചെറിയ രീതിയിലുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടായേക്കാം. ഇതൊക്കെ നിനക്ക് പറ്റുന്നതാണോ, ഇതുകൊണ്ട് എന്ത് കിട്ടാനാണ് എന്നൊക്കെ ചോദിച്ച് അവർ നിങ്ങളെ നിരാശപ്പെടുത്താം. പക്ഷേ അവരോടൊന്നും തർക്കിക്കാൻ നിൽക്കേണ്ട. യൂട്യൂബിൽ വിജയിക്കുവാൻ ഏറ്റവും പ്രധാനം സ്ഥിരതയാണ്. കൺസിസ്റ്റൻസി എന്ന് പറയുമല്ലോ. ആദ്യത്തെ 5-10 വീഡിയോകൾ ഇട്ടിട്ട് വ്യൂസ് വന്നില്ല എന്ന് കരുതി നിർത്തരുത്. കുറഞ്ഞത് ഒരു 50 വീഡിയോകളെങ്കിലും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അപ്ലോഡ് ചെയ്യുവാനായിട്ട് ലക്ഷ്യം വയ്ക്കുക. നിങ്ങളുടെ ഒരു വീഡിയോ വൈറലാവുകയും ചാനൽ മോണറ്റൈസ് ആയി ആദ്യത്തെ വരുമാനം നിങ്ങളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യുന്ന ദിവസം ഇന്ന് നിങ്ങളെ എതിർക്കുന്നവർ തന്നെ നിങ്ങളുടെ സഹായത്തിന് മുന്നോട്ട് വരും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഹൗസ് വൈഫ്സിൽ എത്ര പേരിന്ന് സ്വന്തം ചാനൽ ഇന്ന് തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാനൊന്ന് തീരുമാനിച്ചു? നിങ്ങൾ ഏത് വിഷയത്തിലാണ് വീഡിയോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ഹൈപ്പും കൂടെ കൊടുക്കുവാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങളിലുള്ള വീഡിയോ ടെക്കി ലേഡി എന്ന എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ അതിൽ ധാരാളം പ്രയോജനപ്രദമായിട്ടുള്ള യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സും അപ്ഡേറ്റ്സും ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങുന്നവർക്കെല്ലാം തന്നെ വളരെയധികം പ്രയോജനപ്പെടുന്ന വീഡിയോസൊക്കെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ മുൻപുള്ള വീഡിയോസൊക്കെ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട വീഡിയോസൊക്കെ പ്ലേലിസ്റ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ സംശയം വരുന്ന ടോപ്പിക്സിലൊക്കെയുള്ള ധാരാളം വീഡിയോസ് നിങ്ങൾക്കവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ എല്ലാം അറിഞ്ഞും പഠിച്ചുമൊക്കെ ഒരു ചാനൽ തുടങ്ങിയാൽ മതി എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന വിവരങ്ങളും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചാനൽ ആദ്യമേ ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് വളരെ എളുപ്പമാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇമെയിൽ ID ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്നും എളുപ്പത്തിൽ തന്നെയും ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിനെ ഉദ്ദേശിച്ചിട്ടും വീട്ടമ്മമാരെ ഉദ്ദേശിച്ചിട്ടും ഇപ്പം നമ്മൾ വീട്ടമ്മമാരെന്നൊന്നും പറയാറില്ലല്ലോ അല്ലേ, ഹോം മേക്കേഴ്സ്, അവരുടെ ഉത്തരവാദിത്വം തന്നെ വളരെ വലിയ ഒന്നാണ്. അപ്പോൾ അവരെ ഒട്ടും നിസ്സാരക്കാരായിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. എത്ര പേരാണ് ഇപ്പോൾ നിങ്ങളൊന്ന് യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മുടെ തന്നെ ഫാമിലിയിലുള്ള ഒരുപാട് മെമ്പേഴ്സ് ഇതുപോലെ എന്ത് ഭംഗിയായിട്ടാണ് അവരോരോ വീഡിയോസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരുടെ അറിവുകളും കാര്യങ്ങളും ഒക്കെ അവരുടെ വീഡിയോസിലൊക്കെ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇവർക്കൊക്കെ എന്ത് അറിവാണ് ഈ ഓരോരോ കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമ്മൾ തന്നെ ആശ്ചര്യപ്പെട്ടു പോകും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണുവാനായിട്ട് നിങ്ങൾ മറക്കാതെ ടെക്കി ലേഡി എന്ന എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളും ഒക്കെ അറിയാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.